ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, ഐ എം ലക്ഷ്മി. അപ്പോൾ കാറിലിരുന്നുള്ള ഇൻട്രോ കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ വന്നിട്ടൊരു ട്രാവൽ വ്ലോഗാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ അടിക്കാനായിട്ടൊന്ന് പുറത്തോട്ട് പോയതാണ്. സോ പോകുന്നത് കല്ലറയിലുള്ള വിളക്കുമരം എന്നു പേരുള്ള ഷാപ്പിലോട്ടാണ്. പണ്ടൊക്കെ ഷാപ്പ് എന്ന് പറയുമ്പോൾ കള്ളു കുടിക്കാനായിട്ട് മാത്രം ഉള്ള സ്ഥലമായിരുന്നു, നല്ല സ്പൈസി ഫുഡ് അതാണ്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ഷാപ്പുകളും ഫാമിലി റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇതാണ് വിളക്കുമരം ഷാപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു 12 മണി ഒക്കെ ആയപ്പോഴാണ് ചെന്നതെങ്കിലും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കുറേ ഫാമിലീസ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളും പോയി. ഭാഗ്യത്തിന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഇവിടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ വാവയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടേക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചേട്ടൻ വരും. സോ നമ്മളപ്പോൾ അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഭാഗമാണിത്. എൻ്റെ ആ ബാക്ക് സൈഡ് ലൈറ്റ് അടിക്കുന്ന കാരണം എൻ്റെ വീഡിയോ മര്യാദക്കൊന്നും എടുക്കാൻ പോലും പറ്റിയില്ല, കാരണം പുറകിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങനെ വരുന്നത് കൊണ്ട്. സോ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് താറാവ് മപ്പാസ്, കപ്പ, അപ്പം, പിന്നെ പൊടിമീൻ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു കരിമീൻ പൊള്ളിച്ചതായിരുന്നു. അത് ആസ് പെർ സൈസാണ് റേറ്റ് വരുന്നത്. സോ ഇതിൻ്റെയൊക്കെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു. അനിയനാണെങ്കിൽ പൊറോട്ടയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ട് ഉണ്ടായിരുന്നത്. നല്ല എന്താണ് താറാവ് മപ്പാസ് നല്ല കാണാനൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ കഴിച്ച് നോക്കിയിട്ടുള്ള എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. സോ അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ വാങ്ങിയിട്ട് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ഞാൻ അപ്പം ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അപ്പം വിത്ത് ചെമ്മീൻ റോസ്റ്റ് ആദ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കള്ളപ്പമാണ്, നമ്മുടെ പാലപ്പമല്ല. അതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സോ അങ്ങനെ കള്ളപ്പം ഞാൻ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് അതിലോട്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തത് താറാവ് മപ്പാസായിരുന്നു. ഫുഡ് പറയണേ, ഈ താറാവ് മപ്പാസ് അനിയനായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ അവൻ വന്നപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു. എനിവേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി അങ്ങോട്ട് സൂപ്പറാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ആവറേജ് എബോവ് നിൽക്കുന്നുണ്ട്. നല്ല തിക്ക് ഗ്രേവിയൊക്കെയാണ്. അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ ഞാൻ അത്ര എടുത്തു കഴിക്കാനായിട്ട്. പിന്നെന്താ, നമ്മളിങ്ങനെ അപ്പത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്ത് ഫസ്റ്റ് ഞാൻ ആ ഞാൻ താറാവ് മപ്പാസായിട്ടായിരുന്നു ട്രൈ ചെയ്തത്. അതുമായിട്ട് ട്രൈ ചെയ്ത് നോക്കി, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഫുഡാണല്ലോ, സോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും വരിക. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കെന്തായാലും താറാവ് മപ്പാസുമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഞാൻ ഒരു ചെമ്മീൻ ട്രൈ ചെയ്തു. ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു, ചെറിയ ചെമ്മീനല്ലായിരുന്നു. അതും കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഷാപ്പിലെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നല്ല സ്പൈസി ഫുഡാണ്, പക്ഷേ ഇപ്പം അത്രയും എരിവില്ല. പിന്നെ അതാ പോർക്ക് ഫ്രൈ ആയിരുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കറുത്ത കളറിൽ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പോർക്കായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ അതിൽ നിന്നൊരു പീസ് തന്നെ എടുത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്ന ആ സവോളയൊക്കെ കൂട്ടി കഴിച്ചു നോക്കി. എനിക്കിഷ്ടപ്പെട്ടു. പോർക്ക് ഫ്രൈ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഇതും ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ പോലത്തെ ഷാപ്പിലെ പോലത്തെ ആ ഒരു സ്പൈസി ഇന്നസ് ഇല്ല, അത്ര എരിവുള്ളതല്ലായിരുന്നു ഒന്നും. പിന്നെ ഇതായിരുന്നു കപ്പ. നല്ല ഒട്ടച്ചിങ്ങനെ ഒരിക്കലും തേച്ച് പിടിപ്പിച്ചാണ് ആ പ്ലേറ്റിൽ തന്നേക്കണത്. എന്നിട്ട് ഞാൻ അതും ആ പോർക്കിൻ്റെ ഒരു കഷ്ണം കൂടി എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പൊടിമീനായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു കളർ ചേർത്തിട്ട് ആയിരുന്നു പൊടിമീൻ ഫ്രൈ. നല്ല റെഡായിരുന്നു. ഇതിപ്പോൾ കളറൊന്നുമില്ല, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര ഉപ്പ് എനിക്ക് ഫീൽ ചെയ്തു. അത്രയും ഉപ്പിൻ്റെ ആവശ്യമില്ല, പക്ഷേ നല്ല നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഫ്രൈ ചെയ്തത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഉപ്പ് കൂടിപ്പോയ കാരണം ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ വാങ്ങിയതായിരുന്നു നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്. ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതിൻ്റെ റേറ്റ് വന്നിരുന്നത് 550 ആയിരുന്നു. അതറിയാമല്ലോ, ആസ് പെർ സൈസാണ് വരുന്നത്. അതിൽ ഏറ്റവും ചെറിയ സൈസിലുള്ളതാണ് ഇതായിരുന്നു അതിൻ്റെ സൈസ് വന്നിരുന്നത്. മൊത്തം എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് നല്ല കുറേ കാഷ്യൂനട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അതെനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കരിമീൻ പൊള്ളിച്ചത്. പ്രൈസ് കുഴപ്പമില്ലെന്ന് പറയാം. ഇപ്പോൾ
അതിന് ആ ഒരു മസാല നമ്മൾ ഇങ്ങനെ അതിൽ നിന്നൊരു കഷ്ണം പൊട്ടിച്ചെടുത്ത് ആ മസാലയായിട്ട് കഴിച്ച് നോക്കി, സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇരുന്ന് എന്താ പറയുക, നമുക്കറിയില്ല ഷാപ്പിൽ പോകുമ്പോൾ ഇതെല്ലാം കൂടി ഓർഡർ ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ ഇച്ചിരി എടുത്ത് അവിടെ നിന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു അന്നത്തെ ദിവസം. പക്ഷേ ഫുഡിനെ പറ്റി അവിടുത്തെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ, അങ്ങനെ വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇപ്പോഴാണെങ്കിലും പ്രൈസും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ്, പക്ഷേ ഇത് ഒട്ടും എരിവില്ല. ഷാപ്പിലെ ഫുഡ് എന്ന് പറയുമ്പോൾ എരിവാണ്, പക്ഷേ ഇതിന് അങ്ങനെ എരിവോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോയാലും അവർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഓരോ പ്ലേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് അവിടെ ഞാൻ കഴിച്ച് തീർന്നതിന് മുമ്പേ വേറൊരു ഫാമിലി സീറ്റ് പിടിക്കാനായിട്ട് വന്നിട്ട് അവിടെ കയറിയിരുന്നു. കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് എന്താ പറയുക, എനിക്ക് കഴിക്കാൻ കുറച്ച് ടൈം എടുക്കും. സോ ഒന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എന്താണ്, അവർക്ക് സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇറങ്ങണോടം വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും കയറിയാലോ എന്നൊക്കെ ഉള്ള ടെൻഷൻ കാരണമായിരിക്കാം. അങ്ങനെ അവർ വന്ന് ഞാൻ കഴിച്ച് തീർന്നതിന് മുമ്പേ കയറിയ കാരണം ഞാൻ പിന്നെ നിർത്തി. ഓൾമോസ്റ്റ് കഴിച്ചു. എന്നാലും പിന്നെ എനിക്ക് അതായത് വേറെ ഫാമിലി വന്നിരുന്നപ്പോഴത്തേക്കും എനിക്ക് കഴിക്കാനുള്ളൊരു മൂഡ് അങ്ങോട്ട് പോയി. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.